2026 തുടക്കം തന്നെ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു പിടി വാർത്തകളുമായിട്ടാണ് കടന്നുപോകുന്നത്. സ്വിറ്റ്സർലൻഡിലെ മഞ്ഞുമലകളിൽ നടന്നൊരു ആഘോഷം വലിയൊരു വിലാപയാത്രയായി മാറിയ വാർത്ത മുതൽ അഫ്ഗാനിസ്ഥാനിലെ പ്രളയക്കെടുതിയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര യുദ്ധവും നദികളിലേക്ക് പടരുന്നതും വരെ ഇന്ന് ലോകം ചർച്ച ചെയ്യുകയാണ്. ഇതിനിടയിൽ നിശബ്ദതയെ പ്രണയിക്കുന്നവർക്കായി ഒരു പ്രത്യേക ദിനം കൂടിയുണ്ട്. ലോകത്തെ പിടിച്ചുലച്ച ഈ ചില പ്രധാന വാർത്തകളിലേക്ക് കടക്കാം. വെൽക്കം ടു ലൂക്ക. ഇറാൻ വീണ്ടും കത്തുകയാണ്. 2022 വലിയ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഇറാൻ വീണ്ടും കത്തുകയാണ്. വെറും 3 ദിവസം കൊണ്ട് രാജ്യം മുഴുവൻ പടർന്നു പിടിച്ച ഈ പ്രതിഷേധം ഇപ്പോൾ വളരെ വയലന്റായി മാറിയിരിക്കുന്നു. സാമ്പത്തിക തകർച്ചയിൽ തുടങ്ങിയ രോഷം ഇപ്പോൾ ഭരണകൂടത്തെ തന്നെ താഴെ ഇറക്കാനുള്ള വലിയൊരു വിപ്ലവമായി മാറിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 7 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇറാനിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയധികം പ്രകോപിതരാകുന്നത്? വിശദമായി പരിശോധിക്കാം. ഈ പ്രതിഷേധങ്ങളുടെ മെയിൻ റീസൺ ഇറാന്റെ തകർന്നടിഞ്ഞ ഇക്കണോമിയാണ്. ഇറാനിയൻ കറൻസിയായ റിയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ലോ അവസ്ഥയിലാണ്. ഇൻഫ്ലേഷൻ കാരണം സാധാരണക്കാർക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഒരു $1 കിട്ടണമെങ്കിൽ ഇപ്പോൾ ഏകദേശം 1.4 ബില്യൺ റിയാൽ നൽകേണ്ട അവസ്ഥയായിട്ടുണ്ട്. ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര വലിയ കറൻസി കൊളാപ്സ് ആണ് ഇവിടെ നടക്കുന്നത്. ഇത് കാരണം സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ്. ഇറാനിലെ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ റെഫ്രിജറേറ്റേഴ്സ് ഒക്കെ ഒഴിഞ്ഞു കിടക്കുന്നു. മാംസം, പാല്, മരുന്ന് തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങൾ പോലും വാങ്ങാൻ പറ്റാത്ത വിധം ഇൻഫ്ലേഷൻ 40% മുകളിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച തെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിലെ വ്യാപാരികൾ കടകൾ അടച്ചിട്ട് തുടങ്ങിയ സമരമാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ പടർന്നിരിക്കുന്നത്. സാമ്പത്തിക പരാതികൾ പെട്ടെന്ന് തന്നെ വലിയ രാഷ്ട്രീയ പ്രതിഷേധമായി മാറി. മുല്ലാസ് മസ്റ്റ് ലീവ് എന്നും അതുപോലെ ആയത്തുള്ള ഡൗൺ എന്നും വിളിച്ച് പറഞ്ഞ ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലുള്ളത്. സ്ഥിതിഗതികൾ ഇപ്പോൾ വളരെ വയലന്റ് ആണ്. ഇതുവരെ ഏകദേശം 7 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഭരണകൂടം ഇന്റർനെറ്റ് കട്ട് ചെയ്തും പട്ടാളത്തെ ഇറക്കിയും പ്രതിഷേധം അടിച്ചമർത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ പിന്മാറാൻ തയ്യാറല്ല. 2022 വലിയ വിപ്ലവം ഇറാനിൽ തിരിച്ചു വരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ ആദ്യം വിലക്കയറ്റത്തിന് എതിരായ പ്രതിഷേധമായിരുന്നുവെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അത് രാഷ്ട്രീയ പ്രക്ഷോഭമായി മാറി. മുല്ലാസ് മസ്റ്റ് ലീവ്, അതായത് മതനേതാക്കൾ ഭരണമൊഴിയുക, ഡെത്ത് ടു ദ ഡിക്റ്റേറ്റർ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ ഇറാന്റെ തെരുവുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ ഭരണത്തിന് നേരെയാണ് ജനങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ജനങ്ങളുടെ ദേഷ്യത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. രാജ്യം ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും സർക്കാർ തങ്ങളുടെ വരുമാനം ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ ഗ്രൂപ്പുകളെ സഹായിക്കാൻ ഉപയോഗിക്കുന്നു എന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. ഞങ്ങളുടെ രാജ്യം പട്ടിണിയിലാണ്, നിങ്ങൾ വിദേശത്ത് യുദ്ധം ചെയ്യുന്നു എന്നതാണ് ഇവരുടെ പ്രധാന പരാതി. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രക്ഷോഭം നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ്. ലോറസ്താൻ, ഇസ്ഫഹാൻ തുടങ്ങിയ പ്രവിശ്യകളിൽ പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ കുറഞ്ഞത് 7 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. പലയിടത്തും സർക്കാർ ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. ഇതോടെ സർക്കാർ ഇന്റർനെറ്റ് നിയന്ത്രിക്കാനും സോഷ്യൽ മീഡിയ ബ്ലോക്ക് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും ഈ പ്രതിഷേധം വലിയ ചർച്ചയാവുകയാണ്. ഇസ്രായേലും അമേരിക്കയും പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാവി യുവാക്കളുടെ കയ്യിലാണെന്നും അവരുടെ ശബ്ദം അടിച്ചമർത്തരുതെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊരു ഫോറിൻ കോൺസ്പിറസി അഥവാ വിദേശ ഗൂഢാലോചന ആണെന്നാണ് ഇറാൻ സർക്കാർ പറയുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇസ്രായേലുമായി ഉണ്ടായ 12 ദിവസത്തെ യുദ്ധം ഇറാന്റെ സാമ്പത്തിക അടിത്തറ അപ്പാടെ തകർത്തിരുന്നു. ആ മുറിവിൽ ഉപ്പുവെക്കുന്ന രീതിയിലാണ് പുതിയ സാങ്ഷൻസ് വന്നെത്തിയിരിക്കുന്നത്. ഇറാൻ വീണ്ടും ഒരു വലിയ വിപ്ലവത്തിന്റെ വക്കിലാണോ എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കി. 2022 പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയതുപോലെ ഇതിനെയും ഭരണകൂടത്തിന് നേരിടാൻ കഴിയുമോ എന്ന് കണ്ടറിയണം. എന്തായാലും സാധാരണ ജനങ്ങളുടെ പട്ടിണിയും കഷ്ടപ്പാടും പരിഹരിക്കാതെ ഈ പ്രതിഷേധം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. '26 തുടക്കം ലോകത്തിന് തന്നെ വലിയൊരു ഷോക്ക് നൽകിക്കൊണ്ടാണ് കടന്നുപോയിരിക്കുന്നത്. ഒരു പുതുവർഷത്തെ ആവേശത്തോടെ സ്വീകരിക്കാൻ പോയവർ ഇത്രയും വലിയൊരു ദുരന്തത്തെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല. സ്വിറ്റ്സർലാൻഡിലെ ആൽപ്സ് മൗണ്ടൻസിലെ മനോഹരമായ ഒരു ബാർ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ശ്മശാനമായി മാറിയെന്ന് വേണം പറയാൻ. കയ്യിലിരുന്ന ഷാംപെയിൻ കുപ്പിയിൽ നിന്ന് ചിതറിയ സ്പാർക്കിൾസ് 40-ലധികം ജീവനുകളാണ് കവർന്നെടുത്തത്. ന്യൂ ഇയർ പാർട്ടി എങ്ങനെ ഒരു പേടി സ്വപ്നമായി മാറി? ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച സ്വിറ്റ്സർലാൻഡ് ബാർ ട്രാജഡിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒന്ന് പരിശോധിക്കാം. സ്വിറ്റ്സർലാൻഡിലെ പ്രശസ്തമായ ക്രാൻസ് മൊണ്ടാന ലക്ഷറി റിസോർട്ടിലെ ലേ കോൺസ്റ്റലേഷൻ എന്ന ബാറിലായിരുന്നു സംഭവം.
ജനുവരി 1-ാം തീയതി പുലർച്ചെ ഏകദേശം 1:30 ആയപ്പോൾ പാർട്ടി അതിന്റെ പീക്കിലായിരുന്നു. പെട്ടെന്നാണ് ബാറിനുള്ളിൽ തീ പടരുന്നത് കണ്ടത്. ആ സമയം അവിടെ ഏകദേശം 300ഓളം പേർ ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഒത്തുകൂടിയിരുന്നു. പെട്ടെന്നുണ്ടായ തീപിടുത്തവും പിന്നാലെയുണ്ടായ ഒരു ചെറിയ സ്ഫോടനവും അവിടെ ഉണ്ടായിരുന്നവരെ പരിഭ്രാന്തരാക്കി. നിമിഷങ്ങൾക്കുള്ളിൽ ആ ബാർ മുഴുവൻ കത്തുന്ന തീയിലേക്ക് അമർന്നു. ദൃക്സാക്ഷികൾ പറയുന്നത് കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാകും. ഒരു വെയിട്രസ് കയ്യിൽ ഷാംപെയിൻ കുപ്പിയുമായി വരുമ്പോൾ അതിൽ ഘടിപ്പിച്ച ഫൗണ്ടൻ സ്പാർക്ലേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടൻ കാൻഡിൽസ്, ഇത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുതരം ഇൻഡോർ പടക്കം, ഇത് ബാറിന്റെ മുകളിലെ തടിയിൽ തീർത്ത സീലിംഗിൽ തട്ടുകയായിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ആ സീലിംഗിൽ തീ പിടിക്കുകയും അത് വളരെ വേഗത്തിൽ ബാർ മുഴുവൻ പടരുകയും ചെയ്തു. ആളുകൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ബാറിലെ നാരോ ആയിട്ടുള്ള സ്റ്റെയർകേസ് വലിയൊരു തടസ്സമായി മാറുകയായിരുന്നു. ഇൻഡോർ പടക്കങ്ങൾ ഇത്ര വലിയൊരു ദുരന്തത്തിന് കാരണമായോ എന്നത് പോലീസ് ഇപ്പോൾ സീരിയസ് ആയിട്ട് പരിശോധിക്കുന്നുണ്ട്. ഈ ദുരന്തം അറിഞ്ഞ ഉടൻ തന്നെ സ്വിസ് അധികൃതർ വളരെ വേഗത്തിലാണ് പ്രതികരിച്ചത്. 150-ലധികം അഗ്നിശമന സേനാംഗങ്ങളും 10 ഹെലികോപ്റ്ററുകളും 40ഓളം ആംബുലൻസുകളും മിനിറ്റുകൾക്കുള്ളിൽ സംഭവസ്ഥലത്തെത്തി. ബാറിന് ചുറ്റും ഉടൻ തന്നെ ഒരു നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചു. സ്വിസ് പ്രസിഡന്റ് ഗായ് പാർമെലൻ ഈ സംഭവത്തെ സ്വിറ്റ്സർലൻഡ് കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് എന്നാണ് വിശേഷിപ്പിച്ചത്. രാജ്യത്ത് 5 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ എയർ ആംബുലൻസ് വഴി ജനീവയിലെയും സൂറിച്ചിലെയും സ്പെഷ്യലൈസ്ഡ് ബേൺ സെന്ററുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം 47 പേർ മരിക്കുകയും 115-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പലരുടെയും അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്. മരിച്ചവരിൽ ഭൂരിഭാഗവും 16-നും 26-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പലർക്കും ഐഡന്റിറ്റി കാർഡ് പോലും കൈവശമില്ലാത്തതിനാൽ ആളെ തിരിച്ചറിയാൻ അധികൃതർ ബുദ്ധിമുട്ടുകയാണ്. മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കത്തിപ്പോയതിനാൽ DNA ടെസ്റ്റിലൂടെ മാത്രമേ ആളുകളെ തിരിച്ചറിയാൻ കഴിയൂ എന്ന് പോലീസ് പറയുന്നു. ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡിൽ പൊതുവെ സുരക്ഷാ നിയമങ്ങൾ വളരെ കർശനമാണ്. അതിനാൽ തന്നെ ഇത്തരം ബാർ തീപിടുത്തങ്ങൾ അവിടെ തീർത്തും അപൂർവമാണ് എന്ന് വേണം പറയാൻ. എന്നാൽ ന്യൂ ഇയർ പോലുള്ള ആഘോഷങ്ങൾക്കായി പഴയ തടി കെട്ടിടങ്ങളിൽ അമിതമായി ആളുകളെ പ്രവേശിപ്പിച്ചതും ഇൻഡോർ പടക്കങ്ങൾ ഉപയോഗിച്ചതുമാണ് നിയമങ്ങളുടെ ലംഘനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ബാർ ഉടമകളായ ഫ്രഞ്ച് ദമ്പതികൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ലോകം മുഴുവൻ ഈ ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, സ്വിസ് പ്രസിഡന്റ് ഗായ് പാർമെലൻ ഇതിനെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് എന്നാണ് വിശേഷിപ്പിച്ചതും 5 ദിവസത്തെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ അയൽ രാജ്യങ്ങളായ ഫ്രാൻസും ഇറ്റലിയും ഒക്കെ ചികിത്സയ്ക്കായി തങ്ങളുടെ മികച്ച ഹോസ്പിറ്റൽസ് വിട്ടു നൽകിയിരിക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഘോഷങ്ങളുടെ ഇടയിൽ നമ്മുടെ ചുറ്റുമുള്ള സുരക്ഷ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ള വലിയ ചോദ്യമാണ് ഈ സംഭവം അവശേഷിപ്പിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണോ ഇത്തരം സ്പാർക്ലേഴ്സ് ഉപയോഗിച്ചത് എന്നതിൽ വലിയ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ആഘോഷങ്ങൾക്കിടയിൽ ചെറിയൊരു അശ്രദ്ധ മതി വലിയൊരു അപകടമുണ്ടാകാൻ എന്നതാണ് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇത്രയും സങ്കടകരമായ ഒരു വാർത്തയോടെ 2026 ആരംഭിക്കേണ്ടി വന്നത് വിധിയെ തന്നെയാവും. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയിൽ നമുക്കും പങ്കുചേരാം. നിങ്ങളുടെ സുരക്ഷ എപ്പോഴും പ്രധാനമാണ്, പ്രത്യേകിച്ച് ഇത്തരം വലിയ ക്രൗഡുള്ള ഇടങ്ങളിൽ. ഈ ഒരു ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിന്റെ നിസ്സാരതയെക്കുറിച്ചാണ്. മാസങ്ങളോളം പ്ലാൻ ചെയ്ത ഒരു ആഘോഷം മിനിറ്റുകൾക്കുള്ളിൽ ഒരു വിലാപയാത്രയായി മാറിയതാണിത്. സ്വിറ്റ്സർലാൻഡിലെ ആ മഞ്ഞുമലകളിൽ ഇപ്പോൾ ഉയരുന്നത് വലിയൊരു വേദനയുടെ ശബ്ദം മാത്രമാണ്. ഇനിയൊരു ന്യൂ ഇയറിലും ഇത്തരം ഒരു വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരരുത് എന്ന് പ്രാർത്ഥിക്കാം. ഇത്തരം ഇടങ്ങളിൽ പോകുമ്പോൾ എക്സിറ്റ് പോയിന്റുകളെക്കുറിച്ചും അതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും ഒരു നിമിഷം ആലോചിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം. 2026 തുടക്കത്തിൽ തന്നെ ലോകം പ്രകൃതിക്ഷോഭങ്ങളുടെയും പിടിയിൽ അമരുകയാണ്. സ്വിറ്റ്സർലാൻഡിലെ തീപിടുത്തത്തിന് പിന്നാലെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്നത് വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ പെയ്യുന്ന അതിശക്തമായ മഴ ഇപ്പോൾ ഒരു മഹാപ്രളയമായി മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ സ്വത്തിനും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഈ ദുരന്തം വരുത്തിവെച്ചിരിക്കുന്നത്. 17-ലധികം പേർ ഇതിനകം കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഹെറാത്ത് പ്രവിശ്യയിലുണ്ടായ ദാരുണമായ ഒരു സംഭവം കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. അഫ്ഗാനിസ്ഥാനിലെ യഥാർത്ഥ സാഹചര്യം എന്താണ്? വിശദമായി പരിശോധിക്കാം. അഫ്ഗാനിസ്ഥാനിലെ പല പ്രവിശ്യകളിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അതിശക്തമായ മഴയും മഞ്ഞുവീഴ്ചയുമാണ് അനുഭവപ്പെടുന്നത്. ഇതിനെ തുടർന്നുണ്ടായ പെട്ടെന്നുള്ള വെള്ളപ്പാച്ചിലിൽ പല ഗ്രാമങ്ങളെയും തകർത്തു കളഞ്ഞു. ഈ പ്രളയത്തിലെ ഏറ്റവും ദാരുണമായ സംഭവം നടന്നത് അഫ്ഗാനിസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ഹെറാത്ത് പ്രവിശ്യയിലാണ്. ഹെറാത്തുകാർക്ക് ഇതൊരു ഇരട്ട പ്രഹരമാണ് എന്ന് വേണം പറയാൻ. കാരണം മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഭൂകമ്പത്തിൽ നിന്ന് അവർ കരകയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഹെറാത്തിലെ കപ്കാൻ ജില്ലയിൽ കനത്ത മഴയിൽ ഒരു മൺവീടിന്റെ മേൽക്കൂര തകർന്നു വീണ് ഒരു കുടുംബത്തിലെ 5 പേർ ദാരുണമായി കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 2 കൊച്ചു കുട്ടികളും ഉൾപ്പെടുന്നു എന്നത് ഈ വാർത്തയുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നു.
വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് മണ്ണും കല്ലും ചേർന്ന മേൽക്കൂര ഇവരുടെ മേൽ പതിച്ചത്. ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാനിലെ പലയിടങ്ങളിലും വീടുകൾ തകർന്നു വീഴുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച ഈ പ്രകൃതിക്ഷോഭം രാജ്യത്തിന്റെ വടക്കൻ, തെക്കൻ, പടിഞ്ഞാറൻ മേഖലകളെ ശരിക്കും സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യജീവന് പുറമെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1800ഓളം കുടുംബങ്ങളെ ഈ പ്രളയം നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പലയിടത്തും തകർന്നു. ഗ്രാമീണ മേഖലകളിൽ നൂറുകണക്കിന് കന്നുകാലികളാണ് കുത്തിയൊഴുകുന്ന പ്രളയജലത്തിൽ ഒലിച്ചുപോയത്. അഫ്ഗാനിസ്ഥാനിലെ മോശം ഇൻഫ്രാസ്ട്രക്ചർ ഈ ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. മിക്ക വീടുകളും വെറും മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് ശക്തമായ മഴയെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. റോഡുകൾ തകർന്നതോടെ പല ഗ്രാമങ്ങളും ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. പാലങ്ങൾ ഒലിച്ചുപോയതിനാൽ റെസ്ക്യൂ ടീമുകൾക്ക് അവിടേക്ക് എത്താൻ വലിയ പ്രയാസമാണ് നേരിടുന്നത്. പരിക്കേറ്റ പലരെയും ആശുപത്രിയിൽ എത്തിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ ഒരു ദുരന്തത്തിനെ ഫ്ലാഷ് ഫ്ലഡ് എന്ന് വിളിക്കുന്നത് എന്ന് നോക്കാം ഇനി. സാധാരണ മഴയല്ല അഫ്ഗാനിസ്ഥാനിൽ ശരിക്കും പെയ്യുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ വലിയ അളവിൽ മഴ പെയ്യുകയും വരണ്ട പ്രദേശങ്ങളിലൂടെ വെള്ളം അതിവേഗം കുതിച്ചൊഴുകി ഗ്രാമങ്ങളെ വിഴുങ്ങുകയും ചെയ്യുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഭൂപ്രകൃതി അനുസരിച്ച് മരങ്ങൾ കുറവായതിനാൽ വെള്ളത്തെ തടഞ്ഞു നിർത്താൻ പ്രകൃതിദത്തമായ മാർഗങ്ങളില്ല. ഇത് വെള്ളത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നു. വടക്കൻ പ്രവിശ്യകളായ ബൽഖ്, ഫര്യാബ്, പടിഞ്ഞാറൻ പ്രവിശ്യകളായ ഹെറാത്ത് എന്നിവിടങ്ങളിലാണ് നാശനഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത്. അഫ്ഗാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് അസസ്മെന്റ് ടീമുകളെ അയച്ചിട്ടുണ്ട്. അഫ്ഗാൻ താലിബാൻ സർക്കാരിന്റെ കീഴിലുള്ള ദുരന്ത നിവാരണ വിഭാഗം രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് എങ്കിലും പരിമിതമായ സൗകര്യങ്ങൾ അവർക്ക് വലിയ വെല്ലുവിളികളാണ്. ഹെലികോപ്റ്ററുകളും അത്യാധുനിക ഉപകരണങ്ങളും ഇല്ലാത്തത് റെസ്ക്യൂ ഓപ്പറേഷനുകളെ ബാധിക്കുന്നുണ്ട്. പരിക്കേറ്റ 11-ലധികം പേരെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ പല ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കും എത്തിപ്പെടാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. ഐക്യരാഷ്ട്രസഭയും മറ്റ് സന്നദ്ധ സംഘടനകളും അഫ്ഗാനിസ്ഥാനിലെ ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. UN, ICRC ഒക്കെ സഹായവുമായി രംഗത്തുണ്ട്. എന്നാൽ ഉപരോധങ്ങളും ഫണ്ടിന്റെ കുറവും കാരണം സഹായം എത്തിക്കാൻ കാലതാമസം നേരിടുന്നു. ഏകദേശം 18 മില്യൺ ആളുകൾക്ക് സഹായം ആവശ്യമാണ് എന്നാണ് UN നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇനിയുള്ള ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്? വർഷങ്ങളോളം നീണ്ട ആഭ്യന്തര യുദ്ധങ്ങൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനെ തകർത്തിട്ടുണ്ട്. കൂടാതെ വനനശീകരണവും കാലാവസ്ഥാ വ്യതിയാനവും ഇത്തരം പെട്ടെന്നുള്ള വെള്ളപ്പാച്ചിലുകളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ദുർബലമായ മൺവീടുകൾക്ക് അതിശക്തമായ മഴയെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്തതാണ് ഓരോ തവണയും മരണസംഖ്യ ഉയരാൻ പ്രധാന കാരണം. അഫ്ഗാനിസ്ഥാനിലെ ജനത ഇപ്പോൾ കടന്നു പോകുന്നത് വളരെ പ്രയാസകരമായ ഒരു ഘട്ടത്തിലൂടെയാണ്. തുടരുന്ന മഴയിൽ മരണസംഖ്യ ഇനിയും ഉയരുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ. അഫ്ഗാനിസ്ഥാനിലെ ജനത ഇപ്പോൾ ലോകത്തിന്റെ സഹായം കാത്തിരിക്കുകയാണ്. ഒരു വശത്ത് രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും മറുവശത്ത് പ്രകൃതിയുടെ ഈ താണ്ഡവും. ആ കുടുംബങ്ങളുടെ വേദനയിൽ നമുക്കും പങ്കുചേരാം. പ്രകൃതിക്ഷോഭങ്ങൾ നൽകുന്ന പാഠം വളരെ വലുതാണ്. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങളിൽ ഇതുവരെ നമ്മൾ കേട്ടതും കണ്ടതും അതിർത്തികളിലെ വെടിവയ്പ്പുകളെക്കുറിച്ചും നയതന്ത്ര ചർച്ചകളെക്കുറിച്ചുമാണെങ്കിൽ ഇപ്പോൾ പോരാട്ടം മാറുകയാണ്, കളി മാറുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ നീക്കം ഇപ്പോൾ നടക്കുന്നത് ഹിമാലയത്തിൽ നിന്നൊഴുകുന്ന നദികളിലാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ വഷളാകുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചെനാബ് നദിയിൽ 260 മെഗാവാട്ടിന്റെ ദുൽഹസ്തി സ്റ്റേജ് 2 എന്ന വമ്പൻ ജലവൈദ്യുത പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഗ്രീൻ സിഗ്നൽ നൽകിയിരിക്കുന്നു. 65 വർഷം പഴക്കമുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെനാബ് നദിയിലെ ഹൈഡ്രോ പവർ പ്രോജക്റ്റുകൾ അതിവേഗം പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇത്ര ധൃതി കാണിക്കുന്നത്? പാകിസ്ഥാൻ ഇതിനെ ഇത്രയധികം ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യ ജലത്തെ ആയുധമാക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. എന്താണ് ഈ പ്രൊജക്ട്? പരിശോധിക്കാം. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി EAC ഈ പ്രൊജക്ടിന് ക്ലിയറൻസ് നൽകിയതോടെ ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വഴിയൊരുങ്ങിയിരിക്കുകയാണ്. ഏകദേശം 3200 കോടി രൂപ ചിലവ് വരുന്ന ഒരു റൺ ഓഫ് ദി റിവർ പ്രൊജക്റ്റാണിത്. അതായത് വലിയ ഡാമുകൾ കെട്ടി വെള്ളം സംഭരിക്കാതെ നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ ഉപയോഗപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കുന്ന ഒരു രീതി. നിലവിലുള്ള ദുൽഹസ്തി സ്റ്റേജ് 1 പ്രൊജക്ടിന്റെ തന്നെ തുടർച്ചയാണിത്. പാരിസ്ഥിതിക അനുമതി ലഭിച്ചതോടെ ഇനി ടെൻഡർ നടപടികളിലേക്ക് സർക്കാരിന് കടക്കാം. ദുൽഹസ്തി സ്റ്റേജ് 2 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പവർ പ്രൊജക്ട് മാത്രമല്ല, ഇതിനൊരു വലിയ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ചെനാബ് നദിയിലെ ജലം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണിത്.
നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കുന്നതിനാൽ കുറഞ്ഞ ചിലവിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല, ജമ്മു കാശ്മീരിന്റെ വികസനത്തിനും ഊർജ്ജ സുരക്ഷയ്ക്കും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സിന്ധു നദീതടത്തിലെ പ്രൊജക്ടുകൾക്ക് ഇന്ത്യ വലിയ മുൻഗണനയാണ് നൽകുന്നത്. കിഷൻ ഗംഗ, രത്ലെ, സാവൽകോട്ട് എന്നീ പ്രൊജക്ടുകൾ അതിവേഗം പൂർത്തിയാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പേൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യയെ വലിയൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചു. രക്തവും ജലവും ഒരുമിച്ച് ഒഴുകില്ല എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അനർത്ഥമാക്കിക്കൊണ്ട് സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു. അതായത് പാകിസ്ഥാൻ ഭീകരവാദം നിർത്തുന്നതുവരെ ഈ കരാർ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഇന്ത്യ നൽകില്ല എന്ന അർത്ഥം. അതായത് പാകിസ്ഥാൻ നടത്തുന്ന പ്രോക്സി വാറിന് മറുപടിയായി തങ്ങളുടെ ജലാവകാശം പൂർണ്ണമായി ഉപയോഗിക്കാനാണ് ന്യൂഡൽഹി തീരുമാനിച്ചിരിക്കുന്നത്. ചെനാബ് നദിയിൽ മാത്രം 4 പ്രധാന പ്രൊജക്ടുകൾക്കാണ് ഇന്ത്യ വേഗത കൂട്ടിയിരിക്കുന്നത്. 850 മെഗാവാട്ടിന്റെ റാറ്റൽ, 1000 മെഗാവാട്ടിന്റെ പകൽദുൽ, 625 മെഗാവാട്ടിന്റെ കിരു, അതുപോലെ 540 മെഗാവാട്ടിന്റെ ക്വാർ. ഇവ കൂടാതെയാണ് ഏറ്റവും പുതിയതായി 260 മെഗാവാട്ടിന്റെ ദുൽഹസ്തി സ്റ്റേജ് 2 എന്ന പ്രൊജക്ടിന് പരിസ്ഥിതി അനുമതി നൽകിയത്. ഈ പ്രൊജക്ടുകൾ പൂർത്തിയാകുന്നതോടെ ജമ്മു കാശ്മീരിലെ ഊർജ്ജ പ്രതിസന്ധി തീരുമെന്ന് മാത്രമല്ല, നദീജലത്തിന്മേൽ ഇന്ത്യക്ക് കൂടുതൽ നിയന്ത്രണം ലഭിക്കുകയും ചെയ്യും. ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ പാകിസ്ഥാൻ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇത് സിന്ധു നദീജല കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്നാണ് പാക് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ഇന്ത്യ ചെനാബ് നദിയിലെ വെള്ളം വഴിതിരിച്ചുവിടാനും അതുവഴി പാകിസ്ഥാനിലെ കൃഷിയെ നശിപ്പിക്കാനും ശ്രമിക്കുന്നു എന്നാണ് അവരുടെ ആരോപണം. പാകിസ്ഥാൻ സെനറ്റർ ഷെരി റഹ്മാൻ ഇതിനെ ജലയുദ്ധം, വാട്ടർ വെപ്പണൈസേഷൻ എന്നാണ് വിളിച്ചത്. ഇന്ത്യ ഒരു തരത്തിലുള്ള വിവരങ്ങളും പാകിസ്ഥാനുമായി പങ്കുവെക്കുന്നില്ല എന്നും അവർ പരാതിപ്പെടുന്നു. അവരുടെ ആശങ്കകൾ പ്രധാനമായും 3 കാര്യങ്ങളിലാണ്. ഒന്നാമതായി ഫ്ലോ മാനിപ്പുലേഷൻ, അതായത് ഇന്ത്യ ഡാമുകൾ നിർമ്മിക്കുന്നതോടെ നദിയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. കൃഷി സമയത്ത് വെള്ളം തടഞ്ഞുവെക്കാനും മഴക്കാലത്ത് വെള്ളം തുറന്നുവിട്ട് പ്രളയമുണ്ടാക്കാനും ഇന്ത്യക്ക് കഴിയുമെന്ന് അവർ ഭയപ്പെടുന്നു. അടുത്തതായി രണ്ടാമതായിട്ട് കരാറിന്റെ ലംഘനമാണ്. അതായത് കരാർ പ്രകാരം പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചെനാബ് എന്നിവയുടെ ഭൂരിഭാഗം അവകാശവും പാകിസ്ഥാനാണ്. ഇന്ത്യ വിവരങ്ങൾ പങ്കുവെക്കാതെ പ്രൊജക്ടുകൾ നടത്തുന്നത് കരാർ ലംഘനമാണെന്നാണ് അവരുടെ വാദം. പിന്നെ ഫുഡ് സെക്യൂരിറ്റിയാണ്. അതായത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ കൃഷി പൂർണ്ണമായും ഈ നദികളെ ആശ്രയിച്ചിട്ടാണ്. വെള്ളം കുറഞ്ഞാൽ അത് അവരുടെ ഭക്ഷണ സുരക്ഷയെ ബാധിക്കുമെന്ന് ഉറപ്പല്ലേ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്ന് നോക്കാം. ഇന്ത്യ തങ്ങളുടെ പ്രൊജക്ടുമായി ഈ എല്ലാ പ്രൊജക്ടുകളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സൂചന. അതെ, ഇന്ത്യയുടെ ഭാഗം വ്യക്തമാണ്. സിന്ധു നദീജല കരാർ ഇന്ത്യക്ക് എന്നും ഒരു തിരിച്ചടിയായിരുന്നു. 80% വെള്ളം പാകിസ്ഥാന് നൽകുന്ന ഈ ഒരു കരാർ ലോകത്തിലെ തന്നെ ഏറ്റവും ഉദാരമായ കരാറുകളിൽ ഒന്നാണ്. ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്തോട് ഇത്രയും ഉദാരത കാണിക്കേണ്ടതില്ല എന്നാണ് ഇന്ത്യയുടെ പുതിയ നയം. അതോടൊപ്പം തന്നെ റൺ ഓഫ് ദി റിവർ പ്രൊജക്ടുകൾ വഴി വെള്ളം പൂർണ്ണമായി തടയുകയല്ല, മറിച്ച് വൈദ്യുതി നിർമ്മിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഇന്ത്യ ആവർത്തിക്കുന്നു. ഈ ഹൈഡ്രോ പവർ പ്രൊജക്ടുകൾ വെറും ഊർജ്ജ ഉൽപാദനത്തിന് മാത്രമല്ല, കശ്മീരിലെ സാമ്പത്തിക വികസനത്തിന് ഇത് വലിയ ഊർജ്ജം നൽകും. ഏകദേശം 4000 മെഗാവാട്ട് അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഏതായാലും ഇത് പൂർത്തിയാകുന്നതോടെ മേഖലയിലെ പവർ ഗ്രിഡ് കൂടുതൽ ശക്തമാകും. പാകിസ്ഥാൻ ഈ വിഷയം അന്താരാഷ്ട്ര കോടതിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ തങ്ങളുടെ സുവർണിറ്റി, പരമാധികാരം ഉയർത്തിപ്പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ചുരുക്കത്തിൽ ഹിമാലയൻ നദികളിലെ ഈ പോരാട്ടം വെറും വെള്ളത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് തെക്കൻ ഏഷ്യയിലെ അധികാരത്തിന്റെ ബാലൻസിന് വേണ്ടിയുള്ളതാണ്. ഇന്ത്യയുടെ ഈ പുതിയ നയതന്ത്രം പാകിസ്ഥാനെ ചർച്ചാ മേശയിലേക്ക് എത്തിക്കുമോ അതോ ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കുമോ? വെള്ളത്തിനെ ചൊല്ലിയുള്ള ഈ തർക്കം വരും ദിവസങ്ങളിൽ ഇന്ത്യ പാക് ബന്ധത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം. ഇന്ന് ജനുവരി 2. ലോകം മുഴുവൻ ഇന്നൊരു പ്രത്യേക ദിനം ആഘോഷിക്കുകയാണ്. വേൾഡ് ഇൻട്രോവേർട്ട് ഡേ 2026. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ ഒരു മൂലയിൽ അധികം ബഹളമൊന്നും ഇല്ലാതിരിക്കുന്ന ചില മനുഷ്യരുണ്ടാവുമല്ലോ. അവരെ നമ്മൾ പലപ്പോഴും മിണ്ടാപ്പൂച്ചകളെന്ന് വിളിക്കാറുണ്ട്. എന്നാൽ അവരാണ് ലോകത്തെ മാറ്റുന്ന പല വലിയ ഐഡിയകളും കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? പുതുവർഷാഘോഷങ്ങളുടെ ആവേശത്തിനിടയിൽ പലപ്പോഴും സൈലന്റ് ആയി പോകുന്ന ഒരു വലിയ വിഭാഗം ആളുകൾക്ക് വേണ്ടിയാണ് ഈ ദിവസം മാറ്റിവെച്ചിരിക്കുന്നത്. എന്താണ് ഈ ദിവസത്തിന്റെ പ്രസക്തി? ഇതാണ് ലോകയിലെ അടുത്ത സ്പെഷ്യൽ റിപ്പോർട്ട്.
വേൾഡ് ഇൻട്രോവേർട്ട് ഡേ എന്ന നിലയ്ക്ക് എന്തിനാണ് ജനുവരി 2 ഈ ദിവസമായി തെരഞ്ഞെടുത്തത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ന്യൂ ഇയർ സെലിബ്രേഷൻസ് കഴിഞ്ഞ് എല്ലാവരും ടയേർഡ് ആയിരിക്കുന്ന സമയമാണല്ലോ ഇത്. പ്രത്യേകിച്ച് ഇൻട്രോവേർട്സിന് സോഷ്യൽ ഗ്യാതറിങ്ങുകൾ കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സോഷ്യൽ ബാറ്ററി റീചാർജ് ചെയ്യാൻ കുറച്ച് സമയം ആവശ്യമാണ്. ആ റീചാർജിങ്ങിന് വേണ്ടി അവർ എടുത്തു വെക്കുന്ന പ്രത്യേക സമയമാണ് ജനുവരി 2 എന്ന് പറയുന്നത്. സൈക്കോളജിസ്റ്റായ ഫെലിസിറ്റാസ് ഹെയ്നാണ് 2011 ഈ ഒരു ഐഡിയ ആദ്യമായി മുന്നോട്ട് വെച്ചത്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറില്ലേ ഇൻട്രോവേർട്സിന് ആളുകളെ ഇഷ്ടമല്ല എന്നൊക്കെ? പക്ഷെ അത് അങ്ങനെയല്ല. അവർക്ക് സ്മോൾ ടോക്സ് അല്ലെങ്കിൽ വെറുതെയുള്ള സംസാരങ്ങളെക്കാൾ ഇഷ്ടം ഡീപ്പ് ആൻഡ് മീനിങ് ഫുൾ കോൺവെർസേഷൻസ് ആണ്. അതായത് വളരെ അർത്ഥവത്തായതും ഒത്തിരി ആഴത്തിലുള്ളതുമായ കോൺവെർസേഷൻസിനോടാണ് ഈ കൂട്ടർക്ക് താല്പര്യം. അവർ തനിച്ചിരിക്കുന്നത് ഏകാന്തത കൊണ്ടല്ല, മറിച്ച് ആ സമയത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആകാൻ സാധിക്കുന്നത്. അവർ നല്ലൊരു ലിസണർ കൂടിയായിരിക്കും. നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ട് എന്ന് ചുരുക്കം. പ്രൊഫഷണൽ ലൈഫിൽ ആണെങ്കിൽ അവർക്ക് സംസാരിക്കാൻ ഒരു വേദി നൽകുക. ഒരു ഗ്രൂപ്പിൽ അവർ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് അറിവില്ല എന്നല്ല, മറിച്ച് അവർ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുകയാണ് എന്നാണ്. അവർക്ക് വോയിസ് നൽകാൻ നമ്മൾ സഹായിക്കണം. 2026 ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് പല ആഗോള കമ്പനികളും ക്വയറ്റ് സോൺസ് അല്ലെങ്കിൽ സമാധാനമായി ഇരുന്ന് ജോലി ചെയ്യാവുന്ന സൈലന്റ് വർക്ക് സ്പേസുകൾ ഇൻട്രോവേർട്സിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. GCC രാജ്യങ്ങളിലും ഇത്തരം കഫേകൾക്കും ലൈബ്രറികൾക്കും ഇപ്പോൾ ഡിമാൻഡ് ഏറി വരികയാണ്. അവസാനമായി ഒരു കാര്യം മാത്രം, ലോകം എക്സ്ട്രോവേർട്സിന് വേണ്ടിയുള്ളതാണ് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ആ ലോകത്തിന്റെ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പല ബുദ്ധി കേന്ദ്രങ്ങളും ഇൻട്രോവേർട്സ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ അതിൽ അഭിമാനിക്കൂ. ബീയിങ് ക്വയറ്റ് ഇസ് നോട്ട് എ വീക്ക്നെസ്, ഇറ്റ്സ് എ സൂപ്പർ പവർ. ഹാപ്പി വേൾഡ് ഇൻട്രോവേർട്സ് ഡേ. ഇനി ഗൾഫ് മേഖലയിലെ ചില സുപ്രധാന വാർത്തകൾ പരിശോധിക്കാം. UAE ഫാമിലി ഇയർ ആഘോഷങ്ങൾക്ക് തുടക്കം. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരം 2026 ഫാമിലി ഇയറായി UAE പ്രഖ്യാപിച്ചു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനും സാമൂഹിക സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന വിവിധ പദ്ധതികൾക്കും നിയമ പരിഷ്കാരങ്ങൾക്കും ഇന്ന് തുടക്കമായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കുടുംബങ്ങൾക്കായി പ്രത്യേക ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു. 2031 നാഷണൽ ഫാമിലി ഗ്രോത്ത് അജണ്ടയുടെ ഭാഗമായി സർക്കാർ സ്വകാര്യ മേഖലകളിലുടനീളം കുടുംബ സൗഹൃദ നയങ്ങൾ നടപ്പിലാക്കും. കുട്ടികളുടെ വളർച്ചയ്ക്കും പ്രായമായവരുടെ സംരക്ഷണത്തിനും പ്രത്യേക ധനസഹായങ്ങളും ബോധവൽക്കരണ പരിപാടികളും ഇതിലുണ്ടാകും. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ധന പാചകവാതക വില പുതുക്കി. പുതുവർഷം ആരംഭിച്ചതോടെ സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവിലയിൽ മാറ്റം വന്നു. സൗദിയിൽ ഡീസൽ വില ലിറ്ററിന് 2.20 റിയാലായി ഉയർന്നു. നേരത്തെ ഇത് 1.61 റിയാലായിരുന്നു. ഇത് ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കും. എന്നാൽ പെട്രോൾ വിലയിൽ കാര്യമായ മാറ്റമില്ല. അതേസമയം UAEയിൽ ജനുവരി മാസത്തിൽ ഇന്ധനവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ഡ്രൈവറില്ലാ ടാക്സികളും പറക്കും ടാക്സികളും യാഥാർത്ഥ്യമാകുന്നു. 2026 ദുബായ് അബുദാബി റോഡുകളിൽ ഓട്ടോണമസ് ടാക്സികൾ വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായുള്ള വാണിജ്യ പരീക്ഷണങ്ങൾ സജീവമായിട്ടുണ്ട്. കൂടാതെ വായുവിലൂടെ സഞ്ചരിക്കുന്ന എയർ ടാക്സികൾ ഈ വർഷം തന്നെ സർവീസ് ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. യൂറോപ്പിലെ ഷെങ്കൻ വിസയുടെ മാതൃകയിൽ 6 ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒരൊറ്റ വിസ എന്ന സ്വപ്നം 2026 യാഥാർത്ഥ്യമാവുകയാണ്. ഈ സംവിധാനം 2026 പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും. ഒരു വിസ ഉപയോഗിച്ച് സൗദി, UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ 6 രാജ്യങ്ങളും സന്ദർശിക്കാൻ സാധിക്കും. ഇത് വിനോദസഞ്ചാരികൾക്കും ബിസിനസ് യാത്രക്കാർക്കും വലിയ ലാഭമുണ്ടാക്കും. സൗദിയിൽ നികുതി പിഴ ഇളവ് നീട്ടിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ടാക്സ് നിയമങ്ങൾ ലംഘിച്ചവർക്ക് നൽകിയിരുന്ന നികുതി പിഴ ഇളവ് 6 മാസത്തേക്ക് കൂടി നീട്ടി നൽകി. ബിസിനസ് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും തങ്ങളുടെ കുടിശ്ശികകൾ പിഴയില്ലാതെ തീർപ്പാക്കാൻ ഇതിലൂടെ അവസരം ലഭിക്കും. ഖത്തറിൽ ഈ വർഷത്തെ ഏറ്റവും തണുപ്പേറിയ ദിവസങ്ങളാണ് ജനുവരിയിൽ അനുഭവപ്പെടാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ താപനില ഗണ്യമായി കുറയുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കൂടാതെ ഖത്തർ 2026 ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായി പ്രഖ്യാപിച്ചു. ഈ പുതുവർഷം ഗൾഫ് രാജ്യങ്ങൾ പുരോഗതിയുടെയും ഒരുമയുടെയും പുതിയ പാതകളാണ് തുറക്കുന്നത്. ഏകീകൃത വിസ സംവിധാനവും സാങ്കേതിക വിദ്യയിലെ കുതിച്ചുചാട്ടവുമൊക്കെ പ്രവാസികൾക്കും സന്ദർശകർക്കും ഒരേപോലെ ആശ്വാസകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്.
അതെ, ആഘോഷങ്ങളും ദുരന്തങ്ങളും നയതന്ത്ര യുദ്ധങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ലോകം. ലോകം ഒരു വശത്ത് വലിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ മറുവശത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്നു. സ്വിറ്റ്സർലാൻഡിലെ തീപിടുത്തവും അഫ്ഗാനിലെ പ്രളയവും നമുക്ക് നൽകുന്ന സന്ദേശം ഒന്ന് മാത്രമാണ്: പ്രകൃതിക്കും അശ്രദ്ധയ്ക്കും മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്നത്. ഗുഡ് നൈറ്റ്.